ഓക്കെ, നമുക്ക് ഈ ലെറ്റർ പാഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ടത് ലോഗോ വേണം ആദ്യമായിട്ട്. ഇപ്പോൾ തന്നെ ഞാൻ ഈ ടൂത്ത് കെയർ എന്നുള്ള ബ്രാൻഡിൻ്റെ ലോഗോസ് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇല്ലുസ്ട്രേറ്ററിൽ പണി തുടങ്ങാം. നമുക്കൊരു പുതിയ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വേണ്ടത് A5 സൈസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പ്രിൻ്റ് ഓപ്ഷനിൽ പോകാം. അപ്പോൾ പ്രിൻ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ് വരുന്നത്. ഇവിടെ A5 ഉണ്ട്. A5 എടുക്കുക. നമുക്ക് 2 സൈഡുണ്ട് ഈ ലെറ്റർ ഹെഡിന്. അപ്പോൾ നമുക്ക് ഒരു ക്യാൻവാസ് കൂടെ വേണം. ആ ക്യാൻവാസ് നമുക്ക് ഇവിടെ ആർട്ട് ബോർഡ് എന്ന് പറയും. നമുക്ക് ഇവിടെ ഓൾറെഡി ഓപ്ഷൻ ഉണ്ട് ആർട്ട് ബോർഡ്സിൻ്റെ എണ്ണം എത്ര ചോദിക്കുന്നത്. നമുക്ക് ഇപ്പോൾ വന്നെന്ന് കൊടുക്കാം. നമുക്കിത് 2 ആക്കാം. അല്ലെങ്കിൽ നമുക്കിത് ഈ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിലും ചെയ്യാം. നമുക്കിവിടെ ഓറിയൻറ്റേഷൻ ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്. നമുക്ക് പോർട്രേറ്റാണ് വേണ്ടത്. നമുക്ക് ഈ ഡോക്യുമെൻറ്റിന് പേര് കൊടുക്കാം. പിന്നെ അധികം സെറ്റിങ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ 2 ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പയ്യെ ഡിസൈനിങ് തുടങ്ങാം. ലോഗോ ആദ്യം ഈ 2 ലോഗോ റീസൈസ് ചെയ്യണം. ഒന്ന് സൂം ഔട്ട് ചെയ്യുക. നമുക്ക് സൂം ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് കൺട്രോൾ മൈനസ് ചെയ്യാം, സൂമിങ് ചെയ്യാം, കൺട്രോൾ പ്ലസ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ മൗസും കീബോർഡ് യൂസ് ചെയ്താണെങ്കിൽ ഓൾട്ട് ബട്ടണും സ്ക്രോൾ യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റുമായിട്ട് സ്ക്രോൾ ചെയ്യാനായിട്ട് നമുക്ക് കൺട്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കാം. നമുക്ക് ഈ ലോഗോയ്ക്ക് ഇത്രയും വലിപ്പം വേണ്ട. നമുക്ക് ലോഗോ റീസൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഈവനായിട്ട് നമുക്ക് കുറയും. അതുമാത്രമല്ല, ഷിഫ്റ്റ് ഓൾട്ട് കൂടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ വെച്ച അതേ പോയിന്റ് വെച്ച് തന്നെ ചെറുതാക്കാൻ പറ്റും. ഞാൻ നമ്മൾ 2 ലോഗോ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. നമുക്ക് ഷിഫ്റ്റ് വെച്ച് 2 ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാം. ഒന്ന് ചെറുതായിട്ടൊന്ന് സൂം ചെയ്യാം. ആരോ കീ ഉപയോഗിച്ച് നമുക്ക് മൈന്യൂട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറ്റും. നമ്മൾ ഹെഡിങ് പോർഷൻ റെഡിയായി. നമുക്കിനി ഇവിടെ വേണ്ടത് ഇതിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ അഡ്രസ്സിന് നമ്മൾ ഗൂഗിൾ എടുക്കുക. ടൂത്ത് കെയർ ഇതാണ് ക്ലിനിക്ക്, ഇതാണ് ഇതിൻ്റെ അഡ്രസ്സ്. നൈസായിട്ട് കോപ്പി ചെയ്യുക. നമുക്ക് ഇതിലൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ലെഫ്റ്റ് തന്നെ ഒരു T ഷേപ്പ് ടൂളുണ്ട്, ടൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ആ ടൂളായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിവിടെ T എന്നുള്ള ഷോർട്ട് കട്ട് അടിച്ച് കഴിഞ്ഞാൽ അത് വരും. ഇനി കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കണം. ഓ നൈസ്, ടൂത്ത് കെയറിൻ്റെ വെബ്സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആഹാ സൂപ്പർ, ഞങ്ങൾ തന്നെ ചെയ്ത സൈറ്റാണ്. നമുക്ക് സൈറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ആഹാ അൽപ്പൊളി. ഇതൊക്കെ ഞങ്ങൾ തന്നെയാണല്ലോ ചെയ്ത് നോക്കുന്നത്. കോൺടാക്ട് പേജൊക്കെ നോക്കട്ടെ. ഇത് തന്നെ ഉണ്ടല്ലോ നമ്പർ. ഇത് കോപ്പി ചെയ്യുക, അതൊക്കെ കിടക്കട്ടെ. നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് മൊബൈൽ നമ്പർ. സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 11 മതി. നമുക്ക് ഈ ഒരു ഫോണ്ട് കൊടുക്കാം. ബാൻഡ് ഷിഫ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. എന്തോ ഈ ഒരു ഇത്രയും താഴെ കിടന്നിട്ട് എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഇതോ ഓക്കെ. അപ്പോൾ എനിക്കിനിപ്പോൾ ഈ ബ്ലാക്ക് കളർ മാറ്റണം. അതിന് മുമ്പ് എൻ്റെ ടെക്സ്റ്റ് ഒന്ന് ബോൾഡ് ആക്കിയേക്കാം. ഒന്നെടുത്ത് കാണുന്ന രീതിയിൽ. ഓക്കെ, എനിക്കിനിപ്പോൾ ഈ ബ്ലാക്ക് വേണ്ട. എനിക്ക് ഈ ടൂത്ത് എന്ന് എഴുതിയിരിക്കുന്ന ഈ ബ്ലൂ കളർ മതി. അപ്പോൾ അതിന് ഐഡ്രോപ്പർ ടൂൾ നമുക്ക് എടുക്കാം. അതായത് നമുക്കിപ്പോൾ നമ്മുടെ ക്യാൻവാസിൽ തന്നെയുള്ള ഒബ്ജക്റ്റിൽ നിന്നാണ് കളർ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഐഡ്രോപ്പർ ടൂൾ യൂസ് ചെയ്യാം. ഇപ്പോൾ ഐഡ്രോപ്പർ ടൂൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ട്. ഒരു നമ്മുടെ ഇങ്ക് ഡ്രോപ്പർ പോലത്തെ ഒരു ഷേപ്പാണത്. അല്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, കളറായി. ഇനി നമ്പറിനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക, നമ്പറിനും അതേ കളറായി. ശരിക്കും പറഞ്ഞാൽ കളറിങ്ങിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്കും പ്രിൻ്റ് എടുക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഡോക്ടറുടെ പേരാണ് ഇവിടെ വേണ്ടത്. ടെക്സ്റ്റ് എടുക്കുക. നമുക്ക് ഡോക്ടറുടെ പേര് ഡോക്ടർ സിജു സണ്ണി. പുള്ളിക്കാരനാണ് അവിടുത്തെ ചീഫ് ഡെൻ്റൽ സർജൻ. മാത്രമല്ല ക്ലിനിക്കിൻ്റെ ഓണർ. പുള്ളിക്കാരൻ്റെ രജിസ്ട്രേഷൻ നമ്പറുണ്ട്. അത് ഒരു സാധനം കൂടി ചെയ്യണം. 2 ബ്രാക്കറ്റ്. രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാത്തത് വേറൊന്നുമല്ല,
പ്രൈവസി ഇനിയും കൂടെ മുകളിലേക്ക് കയറ്റി വയ്ക്കാം. ഗ്യാപ്പ് ഒരുപാടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് പേഷ്യൻറ്റിൻ്റെ നെയിം, ഏജ്, പിന്നെ നമുക്കൊരു ഡേറ്റിൻ്റെ കോളമുണ്ട്. നെയിം ഇനി നമുക്ക് കുറച്ച് ഡോട്ടഡ് ലൈൻ ആഡ് ചെയ്യാം. അതിന് നമ്മുടെ ഫുൾ സ്റ്റോപ്പ് എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യാം. ഏജ്, ഡേറ്റ്. ഇത് മാത്രമല്ല നമുക്ക് നെയിം എഴുതാൻ കുറച്ച് സ്ഥലവും കൂടെ വേണം. നമുക്ക് ഇതിന് 2 റെക്റ്റാങ്കിൾ വേണം. അതിൽ ഒരു റെക്റ്റാങ്കിൾ അലർജിക് ടു, അതായത് എന്തെങ്കിലും അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് എഴുതാനും, തൊട്ടടുത്ത് തന്നെ ഉള്ളതിന് OP നമ്പർ, അത് ക്ലിനിക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ഷേപ്പ് എടുക്കാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടൂൾ ബാറിൽ റെക്റ്റാങ്കിൾ ടൂൾ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് കട്ടായിട്ട് M യൂസ് ചെയ്യാം. നമ്മളോട് പറഞ്ഞത് റൗണ്ടഡ് റെക്റ്റാങ്കിൾ വേണമെന്നാണ്. അപ്പോൾ നമുക്കിവിടെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമുക്ക് ആദ്യം ഈ കളറിങ് ഒന്ന് മാറ്റാം. നമുക്ക് ബ്ലാക്ക് കളറിങ് വേണ്ട. നമുക്കൊരു ബ്ലാക്ക് ബോർഡർ വേണം, അതായത് സ്ട്രോക്ക്. ഓക്കെ, നമുക്കൊന്ന് സൂം ചെയ്തിട്ട് നമുക്ക് ഈ സാധാ റെക്റ്റാങ്കിളിനെ എങ്ങനെ റൗണ്ടഡ് റെക്റ്റാങ്കിൾ ആക്കാൻ നോക്കാം. ഇവിടെ നമുക്ക് 2 മൗസ് ആരോ ഉണ്ട്. ഒന്ന് സെലക്ഷൻ ടൂള്, ഒന്ന് ഡയറക്റ്റ് സെലക്ഷൻ ടൂള്. നമുക്ക് ആദ്യം ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ അതിന് ക്ലിക്ക് ചെയ്യുക. ഈ അകത്തുള്ള ഈ പോയിന്റ് അകത്തേക്ക് വലിക്കുക. നമ്മൾ കണ്ട കർവാവുന്നത്. ഇനി നമുക്ക് സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ കൂടെ വേണമെന്ന് പറഞ്ഞു OP നമ്പറിനായിട്ട് നമുക്ക് ചെയ്യുന്നത് സെലക്ട് ചെയ്യുക. ഓൾട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വരും. അത് നമ്മൾ തൊട്ടിപ്പുറത്തോട്ട് ആഡ് ചെയ്യാം. റീസൈസ് ചെയ്യാം. ഇനി നമ്മൾ 2 ടെക്സ്റ്റ് ആഡ് ചെയ്യാം. നമുക്ക് ഇതിനകത്തോട്ട് പ്ലേസ് ചെയ്യാം. ഇത് അറ്റം വരെ ഡോട്ടഡ് ലൈൻ ഒന്ന് സെറ്റ് ചെയ്യാം. ഇനിയും വേണ്ടത് OP നമ്പർ. നമുക്ക് ഇതൊന്ന് സെൻറ്ററിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 4 കോളായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒബ്ജക്റ്റ് ഓപ്ഷനിൽ പോവുക. ഭാഗത്തൊരു സബ് ഓപ്ഷൻ ഉണ്ട്, അതിൽ സ്പ്ലിറ്റ് ഇൻറ്റു ഗ്രിഡ്. അതിൽ പ്രിവ്യൂ ഓപ്ഷൻ കൊടുക്കുക. അതിൽ നമുക്കിവിടെ കോളംസ് ആണ്. നമുക്ക് 4 കോളം വേണ്ടതുകൊണ്ട് 4 കോളം ആക്കാം. ഓക്കെ കൊടുക്കാം. നേരത്തെ കണ്ടല്ലോ നമ്മൾ റൗണ്ടഡ് റെക്റ്റാങ്കിൾ ആയിട്ടിരുന്നു, ഇപ്പോൾ സാധാ റെക്റ്റാങ്കിളായി. ഒന്ന് സൂം ചെയ്യുക. ഈ ഫസ്റ്റ് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക. ഇതുണ്ടോ, അത് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സൈഡും, അതായത് 4 സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഈ ഓരോ സൈഡും റൗണ്ടഡ് ആവും. നമുക്കത് വേണ്ട. പകരം ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിനി രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഇതും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇത് രണ്ടും മാത്രമായിട്ട് നമുക്ക് റൗണ്ടഡ് ആക്കി മാറ്റാം. അതുപോലെ തന്നെ ആ സെയിം പരിപാടി തന്നെ ഇവിടെയും ചെയ്യാം. നമ്മളിപ്പോൾ 4 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് OP നമ്പർ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യാം. ഇനി ഈ സെയിം ടെക്സ്റ്റിൻ്റെ അതേ ലൈനിൽ തന്നെ കൊണ്ട് പ്ലേസ് ചെയ്യാം. ഇത് കണ്ടോ. ഇനിയിപ്പോൾ ഇതിലുള്ളത് ചെയ്യാനായിട്ട് OP നമ്പർ നേരെ താഴെ ഈ ഒരു സെക്ഷനിൽ അടുത്ത ഫോളോ അപ്പ് ഡേറ്റ് എന്നാണ് കൂടെ കൊടുക്കണം. അതിനും നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അതിന് M എന്നുള്ള ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യുക. റെക്റ്റാങ്കിൾ വരയ്ക്കുക, താഴോട്ട് കൊണ്ടുപോവുക. ഇനി ഇതിനകത്ത് കുറച്ച് കോളം ആഡ് ചെയ്യണം. സെയിം നേരത്തെ OP നമ്പറിൽ ചെയ്തുപോലെ തന്നെ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റിൽ പോവുക, പാത്ത് എന്നുള്ള സബ് ഓപ്ഷനിൽ പോവുക, സ്പ്ലിറ്റ് ഇൻറ്റു ഗ്രിഡ്. ഇനി വ്യത്യാസം വെച്ചാൽ നേരത്തെ നമ്മൾ കോളം ആയിരുന്നു ആഡ് ചെയ്തത്, ഇതിനകത്ത് റോ ആണ് ആഡ് ചെയ്യേണ്ടത്. നമുക്കൊരു 4 റോ ആഡ് ചെയ്യാം. സൂം ചെയ്യുക. ഇതിൻ്റെയും മുകളിലും താഴെയുമായിട്ട് റൗണ്ടഡ് കോർണേഴ്സ് കൊടുക്കുക. നമുക്ക് ഒരു ലൈൻ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ വർക്കിംഗ് ടൈമും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ഷേപ്പ് ടൂളിൽ ഒന്നുകൂടെ പോവാം. റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ സെഗ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലൈൻ സെഗ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സ്ലാഷ് ബട്ടൺ. അപ്പോൾ ഇനി ചെരിഞ്ഞ് വരും കുഴപ്പമില്ല. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അത് അടുത്ത ഫോളോ അപ്പ് എന്ന് നെക്സ്റ്റ് ഫോളോ അപ്പ്. ഓക്കെ, അതും ഡൺ. ഇനി നമ്മുടെ വർക്കിംഗ് അവറും കൂടെ ആഡ് ചെയ്യാം. 9:30 AM to 6:30 PM. ഓക്കെ, നമുക്ക് പോയിട്ട് ടെക്സ്റ്റ് കൂടെ വേണം. ഇത് Monday to Friday എന്നുള്ളതാണ്. ഇനി സൺഡേ ആണെങ്കിൽ എമർജൻസി കേസ് തന്നെ അപ്പോയിൻമെൻറ്റ്സ് ഉള്ളി. ഈ 2 ടെക്സ്റ്റ് സൈസ് കുറയ്ക്കാം. നമുക്കിതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു ഇഷ്യൂ ടെക്സ്റ്റ് ഇവിടെ ഒരു ഷേപ്പിനെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ നൈസായിട്ട് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഈ അറ്റത്തൊരു ബൾബ് പോലൊരു സംഭവം കണ്ട, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ നേരെ തൊട്ടിപ്പുറത്തുള്ള പോയിന്റർ അകത്തേക്ക് വലിക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി ടെക്സ്റ്റ് എവിടെ പോയി? ടെക്സ്റ്റ് ഇതിന് തന്നെ ഉണ്ട്. ഇവിടെ
ഈ ഒരു റെഡ് കളർ ബോക്സ് ഉണ്ടോ, ഇത് കാണിക്കുന്നത് നമുക്ക് എക്സ്ട്രാ ടെക്സ്റ്റ് ഉണ്ടെന്നാണ്. നമ്മൾ ഇതിന് നേരെ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ്സ് ഒള്ളി എന്നുള്ളതുണ്ട്. ഓക്കെ, ഒരു ടാബ് കൂടെ കൊടുത്തപ്പോൾ ഓക്കെ. അങ്ങനെ നമ്മുടെ ലെറ്റർ ഹെഡിൻ്റെ ഒരു പേജ് റെഡി. ഇനി ഇവിടെ ബാക്ക് സൈഡ് ഉണ്ട്. ബാക്ക് സൈഡിൽ ഇവരുടെ കുറച്ച് പ്രൊസീജിയേഴ്സാണ് എഴുതുന്നത്. ഇപ്പോൾ ഒരു പല്ലെടുത്ത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എന്തൊരു ജനറൽ പ്രൊസീജിയർ ചെയ്ത് എന്ത് ചെയ്യണം എന്നുള്ളത്. ഇനിയിപ്പോൾ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഇനിയിപ്പോൾ മൊത്തം നോക്കുക, എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ അത് മാത്രം ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്ത ലെറ്റർ ഹെഡ്. ഞാൻ ലെറ്റർ ഹെഡ് ചെയ്യാൻ എളുപ്പമല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ലെറ്റർ ഹെഡ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയം. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ മേക്ക് ഷുവർ എഡിറ്റ് സ്കോഡ് എന്നുള്ള ചാനൽ ചെക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പീസ് ഔട്ട്.